ഓരോ ദിവസവും സയൻസും ടെക്നോളജിയുമൊക്കെ അതിദ്രുതം ഡെവലപ്പായിക്കൊണ്ടിരിക്കുകയാണ്. അതിനാൽ തന്നെ നമ്മുടെ ലൈഫും അതിനോടൊപ്പം സിമ്പിളായിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നതാണ് സത്യം. അത്തരത്തിൽ നമ്മുടെ ഭൂമിയുടെ ഫ്യൂച്ചർ തന്നെ മാറ്റിയെഴുതാൻ കഴിവുള്ള ചില കണ്ടുപിടുത്തങ്ങളും പ്രൊജക്റ്റുകളുമാണ് ഈ വീഡിയോയിലൂടെ നമ്മൾ കാണാൻ പോകുന്നത്. സോ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. കവാസാക്കി കോർലിയോ റോബോട്ടിക്സും മോട്ടോർ സൈക്കിൾ എഞ്ചിനീയറിംഗും കമ്പൈൻ ചെയ്ത ഒരു ഇന്നൊവേഷനാണ് കവാസാക്കി കോർലിയോ. ഓഫ് റോഡ് യാത്രകളിൽ വിപ്ലവം സൃഷ്ടിക്കാൻ രൂപകൽപ്പന ചെയ്ത ഇതിന് 4 റോബോട്ടിക് കാലുകളാണുള്ളത്. പുല്ലിലൂടെയോ ചരലിലൂടെയോ നാച്ചുറൽ വാക്കിംഗ് അനുകരിച്ച് ഇതിന് അനായാസം സഞ്ചരിക്കാൻ കഴിയും. ഹൈഡ്രജൻ എഞ്ചിനിൽ പ്രവർത്തിക്കുന്ന കോർലിയോ നേച്ചർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഇന്നൊവേഷനാണ്. കുതിരസവാരി ചെയ്യുന്നത് പോലെ ശരീരഭാഗം ക്രമീകരിച്ചും ഹാൻഡിൽ ബാർ ഉപയോഗിച്ചും ഇത് നിയന്ത്രിക്കാം. 2025 ഒസാക്ക എക്സ്പോയിൽ അവതരിപ്പിച്ച ഇത് 2035 വിപണിയിലെത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. യൂണിട്രി G1 റോബോട്ടിക്സ് രംഗത്തെ അത്ഭുതപ്പെടുത്തുന്ന ഒരു പുതിയ കണ്ടുപിടുത്തമാണ് യൂണിട്രിയുടെ G1 എന്ന ഈ കുട്ടി റോബോട്ട്. ഏകദേശം 1.27 മീറ്റർ ഉയരവും 35 കിലോഗ്രാം തൂക്കവുമുള്ള ഈ റോബോട്ടിന് സാധാരണക്കാരെ പോലെ നടക്കാനും ഓടാനും മാത്രമല്ല സൈഡ് ഫ്ലിപ്പ് പോലുള്ള അഭ്യാസങ്ങൾ കാണിക്കാനും സാധിക്കും. ഇതിലെ സെൻസറുകളും 3D ലിഡാർ ക്യാമറകളും ഉപയോഗിച്ച് ഇതിന് ചുറ്റുമുള്ള കാര്യങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. അതുകൊണ്ട് തന്നെ അപകടം പിടിച്ച സ്ഥലങ്ങളിൽ ജോലി ചെയ്യാനും ഗവേഷണങ്ങൾക്കും ഇത് ഒരുപോലെ ഉപകരിക്കും. മനുഷ്യരെ പോലെ വിരലുകൾ ചലിപ്പിക്കാൻ കഴിയുന്നത് കൊണ്ട് തന്നെ ചെറിയ സാധനങ്ങൾ പോലും കൈകാര്യം ചെയ്യാൻ ഇവർക്ക് സാധിക്കും. ഏകദേശം $13,500 മുതലാണ് ഇതിൻ്റെ വില വരുന്നത്. അതായത് ഏകദേശം 12 ലക്ഷം ഇന്ത്യൻ രൂപയോളം വില. ലാബ് ഗ്രോൺ മീറ്റ് നമ്മൾ കഴിക്കുന്ന ഇറച്ചി ഉണ്ടാക്കുന്ന രീതിയെ തന്നെ പൂർണ്ണമായും മാറ്റാൻ പോകുന്ന ഒന്നാണ് ലാബിൽ വളർത്തിയെടുക്കുന്ന ഈ ഇറച്ചി. സാധാരണ രീതിയിൽ മൃഗങ്ങളെ വളർത്തി കൊല്ലുന്നതിന് പകരം അവയുടെ ശരീരത്തിൽ നിന്ന് കോശങ്ങളെടുത്ത് ഒരു പ്രത്യേക സെറ്റപ്പിൽ വളർത്തിയെടുത്താണ് ഇത് നിർമ്മിക്കുന്നത്. സാധാരണ ഇറച്ചിയുടെ അതേ രുചിയും ഗുണവും ഇതിനുമുണ്ടാകുമെങ്കിലും പരിസ്ഥിതിക്ക് ഇത് നൽകുന്ന ഗുണങ്ങൾ വളരെ വലുതാണ്. അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കാനും വെള്ളവും സ്ഥലവും ലാഭിക്കാനും ഇതിലൂടെ സാധിക്കും. ലോകത്തിലെ വലിയ കമ്പനികളെല്ലാം ഇപ്പോൾ ഇത് വികസിപ്പിക്കാനുള്ള തിരക്കിലാണ്. ഇത് നമ്മുടെ നാട്ടിലെത്തിയാൽ നിങ്ങളിത് കഴിക്കുമോ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതിനു മുൻപായി നമ്മുടെ വീഡിയോകൾ കാണുന്ന 90% ആളുകളും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത്. സോ ഇത്തരത്തിലുള്ള ഇൻഫോർമേറ്റീവ് കോണ്ടന്റ്സുകൾ ഇഷ്ടമുള്ളവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. അത് നിങ്ങൾ എനിക്ക് തരുന്ന വലിയ സപ്പോർട്ടായിരിക്കും. സോ നമുക്ക് വീഡിയോയിലേക്ക് തന്നെ തിരിച്ചു വരാം. ബോയിങ് റിക്കവറബിൾ ലോഞ്ച് ബൂസ്റ്റർ. ബഹിരാകാശ വിക്ഷേപണങ്ങളുടെ ചിലവ് കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി 1960കളിൽ ബോയിങ് അവതരിപ്പിച്ച ആശയമായിരുന്നു ഈ റിക്കവറബിൾ ലോഞ്ച് ബൂസ്റ്റർ. വീണ്ടും ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പ്രത്യേക ബൂസ്റ്റർ സ്റ്റേജും ഡബിൾ ബോഡി സ്ട്രക്ചറും അടങ്ങുന്നതായിരുന്നു ഇതിൻ്റെ ഡിസൈൻ. വിക്ഷേപണ സമയത്ത് മുകളിലേക്ക് കുതിക്കാൻ റോക്കറ്റ് എഞ്ചിനുകളും തിരികെ വരുമ്പോൾ പറക്കാൻ ടർബോജെറ്റ് എഞ്ചിനുകളുമാണ് ഇതിൽ ഉപയോഗിക്കാൻ പദ്ധതിയിട്ടിരുന്നത്. പേടകത്തെ ബഹിരാകാശത്ത് എത്തിച്ചു കഴിഞ്ഞാൽ ബൂസ്റ്റർ ഭാഗം വേർപെടുകയും പിന്നീട് ടർബോജെറ്റ് എഞ്ചിനുകൾ പ്രവർത്തിപ്പിച്ച് ഒരു വിമാനം പോലെ നിയന്ത്രിതമായി ഭൂമിയിലേക്ക് തിരിച്ചിറങ്ങുകയും ഇത് ചെയ്യും. റൺവേയിൽ ലാൻഡ് ചെയ്യുന്ന ഈ ബൂസ്റ്റർ കേടുപാടുകൾ തീർത്ത് വീണ്ടും ഉപയോഗിക്കാമായിരുന്നു. വലിയ പ്രതീക്ഷ നൽകിയ ഒന്നായിരുന്നിട്ടും മറ്റ് ബഹിരാകാശ സാങ്കേതിക വിദ്യകളിലെ മാറ്റങ്ങളും മുൻഗണനകളും കാരണം ഇത് നിർമ്മിക്കാനോ പറപ്പിക്കാനോ സാധിച്ചിട്ടില്ല. മെറ്റ അരിയ ജെൻ 2 ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, മെഷീൻ പെർസെപ്ഷൻ, റോബോട്ടിക്സ് എന്നീ മേഖലകളിലെ ഗവേഷണങ്ങൾക്കായി മെറ്റ പുറത്തിറക്കിയ നെക്സ്റ്റ് ജെൻ സ്മാർട്ട് ഗ്ലാസുകളാണ് അരിയ ജെൻ 2. പഴയ പ്രൊജക്റ്റ് അരിയയേക്കാൾ മെച്ചപ്പെട്ട സെൻസറുകൾ ഇതിലുണ്ട്. RGB ക്യാമറകൾ, സ്പേഷ്യൽ മൈക്രോഫോണുകൾ, ഐ ട്രാക്കിംഗ് സെൻസറുകൾ, കൃത്യമായ സ്ഥാനം മനസ്സിലാക്കാനുള്ള സ്ലാം ക്യാമറകൾ എന്നിവ ഇതിൻ്റെ പ്രത്യേകതകളാണ്. പുതുതായി ഉൾപ്പെടുത്തിയ ഹേർട്ട് ബീറ്റ് അളക്കുന്ന PPG സെൻസറും കോണ്ടാക്ട് മൈക്രോഫോണും കാഴ്ച പരിമിതിയുള്ളവർക്ക് ഏറെ സഹായകമാണ്. സംസാരം തിരിച്ചറിയാനും അഥവാ സ്പീച്ച് റെക്കഗ്നിഷനും കൈകളുടെ ചലനം മനസ്സിലാക്കാനുള്ള ഹാൻഡ് ട്രാക്കിങ്ങും ചുറ്റുമുള്ള സ്ഥലങ്ങൾ മാപ്പ് ചെയ്യാനും ഇതിന് സാധിക്കും. എയ്റോനോവ എയർഷിപ്സ്. ആകാശയാത്രയുടെ ചരിത്രത്തിൽ ഒരു പുതിയ തുടക്കമാണ് എയ്റോനോവ എയർഷിപ്പുകൾ. യാത്രക്കാർക്കും ചരക്കുകൾ എത്തിക്കുന്നതിനുമായി തികച്ചും വ്യത്യസ്തമായ ഡിസൈനുകളാണ് ഇവർ കൊണ്ടുവരുന്നത്. പരിസ്ഥിതിക്ക് ഒട്ടും ദോഷമില്ലാത്ത രീതിയിൽ കുറഞ്ഞ ചിലവിൽ വർഷം മുഴുവൻ എപ്പോൾ വേണമെങ്കിലും ദീർഘദൂര യാത്രകൾ നടത്താൻ കഴിയുന്ന തരത്തിലാണ് ഈ പുതിയ എയർഷിപ്പുകൾ നിർമ്മിച്ചിരിക്കുന്നത്. വലിയ എയർപോർട്ടുകൾക്ക് പകരം ചെറിയ പാഡുകളിലോ വെള്ളത്തിലോ പോലും ഇവയ്ക്ക് ലാൻഡ് ചെയ്യാൻ സാധിക്കും. സാധനങ്ങൾ എത്തിക്കുന്നതിനും ടൂറിസത്തിനും എമർജൻസി സാഹചര്യങ്ങളിൽ സഹായം എത്തിക്കാനുമൊക്കെ പറ്റിയ ഒരു മാർഗമാണിത്.
സ്കെയിൽവിങ്സ് SW51 മസ്താങ്. രണ്ടാം ലോക മഹായുദ്ധകാലത്തെ പ്രശസ്തമായ P-51 മസ്താങ് വിമാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് നിർമ്മിച്ച മോഡേൺ വിമാനമാണിത്. പഴയകാലത്തെ ആ മനോഹരമായ ഡിസൈനും ഇന്നത്തെ മോഡേൺ ടെക്നോളജിയും ഇതിൽ ഒരുപോലെ ഒത്തുചേരുന്നു. ശരിക്കുള്ള വിമാനത്തിൻ്റെ 70% വലിപ്പം മാത്രമേ ഇതിനുള്ളൂ എങ്കിലും കാർബൺ ഫൈബർ കൊണ്ടുള്ള ബോഡിയും വിമാനത്തിനുള്ളിലെ മോഡേൺ ഗാർമിൻ ഗ്ലാസ് കോക്പിറ്റുമൊക്കെ ഇതിനെ പവർഫുള്ളാക്കുന്നു. ഇതിലെ ടർബോ ചാർജ്ഡ് റോട്ടാക്സ് എഞ്ചിൻ മിനിറ്റിൽ 2000 അടിയിലധികം ഉയരത്തിലേക്ക് കുതിക്കാനും നല്ല വേഗതയിൽ സഞ്ചരിക്കാനും സഹായിക്കും. നാസാസ് മാർസ് സാമ്പിൾ റിട്ടേൺ മിഷൻ. ചൊവ്വയിലെ മണ്ണും കല്ലും വായുവുമൊക്കെ നേരിട്ട് ഭൂമിയിലേക്ക് എത്തിച്ച് പരിശോധിക്കാനായി നാസയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്ന് പ്ലാൻ ചെയ്ത ഒരു വലിയ ദൗത്യമായിരുന്നു ഇത്. ഇതിനായി പല ഘട്ടങ്ങളുള്ള പരിപാടികളാണ് അവർ തയ്യാറാക്കിയത്. ആദ്യം പെർസെവറൻസ് റോവർ ചൊവ്വയിലെ സാമ്പിളുകൾ ശേഖരിച്ച് അവിടെ ഒരിടത്ത് സൂക്ഷിക്കുന്നു. പിന്നീട് വരുന്ന ഒരു ലാൻഡർ ഈ സാമ്പിളുകൾ എടുത്ത് ചൊവ്വയുടെ ഭ്രമണപഥത്തിലേക്ക് വിക്ഷേപിക്കും. അവിടെ കാത്തു നിൽക്കുന്ന മറ്റൊരു പേടകം ഇത് സ്വീകരിച്ച് ഭൂമിയിലേക്ക് എത്തിക്കുന്നു. പക്ഷേ പ്രതീക്ഷിച്ചതിലും വലിയ ചിലവും, അതായത് ഏകദേശം $11 ബില്യൺ ചിലവും മറ്റു ചില കാരണങ്ങളും ഈ ദൗത്യത്തിന് വലിയ തിരിച്ചടിയായി. ഒടുവിലെ 2026 ബജറ്റിൽ നാസയ്ക്ക് ആവശ്യമായ പണം ലഭിക്കാത്തതുകൊണ്ട് ഈ വലിയ പദ്ധതി ഇപ്പോൾ ഏകദേശം റദ്ദാക്കിയിരിക്കുകയാണ്. AST സ്പേസ് മൊബൈൽ. നമ്മുടെ ഫോണുകളിൽ എപ്പോഴും റേഞ്ച് കിട്ടുക എന്ന് പറയുന്നത് പലപ്പോഴും ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. എന്നാൽ നമ്മുടെ കയ്യിലുള്ള സാധാരണ സ്മാർട്ട് ഫോണുകളിലേക്ക് നേരിട്ട് സാറ്റലൈറ്റിൽ നിന്ന് ഇന്റർനെറ്റ് എത്തിക്കാനുള്ള വലിയൊരു ദൗത്യത്തിലാണ് AST സ്പേസ് മൊബൈൽ. ഇതിനായി പ്രത്യേകം ഉപകരണങ്ങളൊന്നും നമുക്ക് ആവശ്യമില്ല. വലിയ ആന്റിനകളുള്ള ബ്ലൂവാക്കർ 3 പോലുള്ള സാറ്റലൈറ്റുകൾ ഉപയോഗിച്ച് സാധാരണ ഫോണിലൂടെ ലോകത്തിലെ ആദ്യത്തെ സാറ്റലൈറ്റ് വോയിസ് കോളും 5G കണക്ഷനും നൽകി ഇവർ ചരിത്രം കുറിച്ചു കഴിഞ്ഞു. വമ്പൻ കമ്പനികളായ AT&T, വോഡാഫോൺ എന്നിവരുമായി സഹകരിച്ച് കടലിലും കരയിലും ആകാശത്തുമെല്ലാം ഒരുപോലെ കണക്ടിവിറ്റി എത്തിക്കാനാണ് ഇവർ ശ്രമിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി 2025 2026 കൂടുതൽ ബ്ലൂബേർഡ് സാറ്റലൈറ്റുകൾ വിക്ഷേപിക്കുന്നുണ്ട്. ലോകത്തിൻ്റെ ഏത് മൂലയിലുള്ളവർക്കും ഹൈസ്പീഡ് ഇൻ്റർനെറ്റ് ഉറപ്പാക്കുന്ന വലിയൊരു പ്രൊജക്റ്റാണിത്. ഫോം സ്മാർട്ട് സ്വിം 2. സ്വിമ്മേഴ്സിന് വേണ്ടി പുറത്തിറക്കിയ പുതിയ തരം ഗ്ലാസുകളാണ് സ്മാർട്ട് സ്വിം 2. ഇതൊരു സാധാരണ ഗ്ലാസ് അല്ല. പകരം നമ്മൾ എത്ര ദൂരം നീന്തി, എത്ര സമയമെടുത്തു, ഹൃദയമിടിപ്പ് എത്രയാണ് തുടങ്ങിയ ഡാറ്റകളെല്ലാം നീന്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഗ്ലാസിനുള്ളിലെ സ്ക്രീനിൽ കാണിച്ചു തരും. അതുകൊണ്ട് തന്നെ ഓരോ തവണയും വിവരങ്ങൾ അറിയാൻ നീന്തൽ നിർത്തേണ്ട ആവശ്യമില്ല. കൂടാതെ ഇതിൻ്റെ സ്ട്രാപ്പിൽ തന്നെ ഹെഡ് ബീറ്റ് മെഷർ ചെയ്യാനുള്ള സെൻസറുമുണ്ട്. ആൻഡ്രോയിഡ് ഫോണിലും ഐഫോണിലും ഒരുപോലെ ഇത് ഉപയോഗിക്കാം. നമ്മുടെ വർക്കൗട്ട് വിവരങ്ങൾ ഫോണിലെ ആപ്പുമായി സിങ്ക് ചെയ്യാനും സ്ട്രാവ പോലുള്ള പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവെക്കാനും സാധിക്കും. 1X നിയോ ഗാമ. നമ്മുടെ വീട്ടിലെ ദൈനംദിന ജോലികളിൽ സഹായിക്കാനായി പ്രത്യേകം തയ്യാറാക്കിയ ഒരു റോബോട്ടാണ് നിയോ ഗാമ. ഇതിൻ്റെ പുറംഭാഗം 3D പ്രിന്റ് ചെയ്ത വസ്ത്രം കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റ്സ് ഏതാണ്ട് മനുഷ്യരെ പോലെ തോന്നും. ശബ്ദം വളരെ കുറവാണെന്നതും കൂടെയുള്ളവർക്ക് അപകടമുണ്ടാക്കാത്ത രീതിയിലുള്ള ഇതിൻ്റെ സുരക്ഷിതമായ നിർമ്മാണവുമാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ അടുത്തതായി എന്ത് ചെയ്യുമെന്ന് മുൻകൂട്ടി മനസ്സിലാക്കാനും മനുഷ്യരെ പോലെ നടക്കാനും നമ്മളോട് സ്വാഭാവികമായി സംസാരിക്കാനും ഇതിന് കഴിയും. വരും കാലങ്ങളിൽ സാധാരണക്കാർക്ക് വാങ്ങാൻ കഴിയുന്ന വിലയിൽ ഇത് വീടുകളിൽ എത്തുന്നതോടെ റോബോട്ടിക്സ് രംഗത്ത് ഇത് വലിയൊരു മാറ്റമായിരിക്കും. ഓട്ടോണമസ് ട്രാൻസ്പോർട്ട് പോഡ്സ്. നഗരങ്ങളിലെ വലിയ ട്രാഫിക് കുരുക്കുകളിൽ നിന്ന് രക്ഷപ്പെടാൻ ആകാശത്തിലൂടെയുള്ള ഒരു പുതിയ യാത്രാരീതിയാണ് ഈ ഓട്ടോണമസ് പോഡുകൾ. തിരക്കേറിയ റോഡുകൾക്ക് മുകളിലൂടെ, ഉയർത്തിയ ട്രാക്കുകളിലൂടെയോ കേബിൾ വഴിയോ ആണ് ഇവ സഞ്ചരിക്കുന്നത്. ട്രാഫിക് ബ്ലോക്കുകളിൽ കുടുങ്ങാതെ വേഗത്തിലും കൃത്യസമയത്തും ലക്ഷ്യസ്ഥാനത്ത് എത്താൻ ഇത് സഹായിക്കും. പരിസ്ഥിതിക്ക് ദോഷമില്ലാത്ത രീതിയിൽ പ്രവർത്തിക്കുന്ന ഈ സംവിധാനം വായുമലിനീകരണം കുറയ്ക്കാനും സഹായിക്കുന്നു. വൂഷ് ഒക്കെ പോലെയുള്ള കുറഞ്ഞ ചിലവിൽ യാത്ര ചെയ്യുന്ന ഇത്തരം പോഡുകൾ വരുന്നത് നമ്മുടെ പഴയ യാത്രാശീലങ്ങളെ തന്നെ മാറ്റിക്കളയും. ഏതായാലും ഇക്കൂട്ടത്തിൽ ഏറ്റവും ഫ്യൂച്ചറിസ്റ്റിക് ആയിട്ടുള്ള ഇന്നോവേഷൻ ഏതാണെന്നാണ് നിങ്ങൾക്ക് തോന്നുന്നതെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നത് വരെ ഗുഡ് ബൈ.